ഇനി കോഴിക്കോട്ടെയും കൊച്ചിയിലേക്ക് കൂടി പോകാം. ഇപ്പോൾ കോഴിക്കോട്ട് മിഠായി തെരുവിൽ നിന്ന് ഇന്ത്യാസ് കരീമുണ്ട്. ഇന്ത്യാസ്, കോഴിക്കോട്ടെ മിഠായി തെരുവിലെ ഓണ വിപണി എങ്ങനെയാണ്? രതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ മിഠായി തെരുവിലാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ മിഠായി തെരുവിലെ ഈ ഓണത്തിന്റെ തിരക്ക്, അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോഴുള്ള തിരക്ക്, ആ തിരക്ക് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. നാളെ ഉത്രാടമാണ്. ആ ഉത്രാടത്തിനൊക്കെ ഇവിടെ വലിയ തിരക്കാവും എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ നേരത്തെ എത്തി തുണിത്തരങ്ങൾ വാങ്ങുന്നു, ചെരുപ്പുകൾ വാങ്ങുന്നു. ആ രീതിയിലൊക്കെ ഓണം വൈബാവുകയാണ്. SM സ്ട്രീറ്റിലേക്ക് എത്തുമ്പോൾ ആ വൈബ് അതേപോലെ തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെയാണ്? കച്ചവടം കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നല്ല കച്ചവടമായിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ പൊതുവെ ഒരു പ്രതികൂല കാലാവസ്ഥ ആയിരുന്നു. ഇന്ന് പൊതുവെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പം മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ അവസ്ഥ നമുക്ക് പറയണ്ടല്ലോ, ഒരു കുറവാണ്. പക്ഷേ ആളുകൾ ഈ ഒരു 2 ദിവസം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കട ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. നാളെ മുതലാണ് പ്രോപ്പർ സെയിൽ നമ്മൾ തുടങ്ങുന്നത്. ഉത്രാടത്തിന് അതെ, ഉത്രാടത്തിനടക്കം ഉത്രാടത്തിന് തുറക്കുന്ന പുതിയ കടകൾ പോലും SM സ്ട്രീറ്റിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മഴയുണ്ടെന്ന് നേരത്തെ പറഞ്ഞു, ഒരു ചാറ്റൽ മഴ പോലെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. പക്ഷെ ആ മഴയൊക്കെ അവഗണിച്ച് ആളുകൾ ഇങ്ങനെ SM സ്ട്രീറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പല കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങുന്നു. ആ കാഴ്ച അത് ഇന്ന് രാവിലെ മുതൽ ഇതേ രീതിയിൽ തന്നെ കാണുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം ഈ ഇങ്ങോട്ടേക്ക് ഈ പോലീസിന്റെ ഒക്കെ നമുക്ക് കാണാം, പോലീസൊക്കെ വന്ന് ഇയാൾ ജനബാഹുല്യം കൂടുമ്പോൾ അവിടെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഇടപെടലുമൊക്കെ ആ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഓണം വിപണി കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ സജീവമാണ്. അത് പൂക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, വസ്ത്രങ്ങളുടെ കാര്യത്തിൽ, ചെരുപ്പുകളുടെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഓണ വിപണി സജീവമാവുന്ന കാഴ്ചയാണ് കോഴിക്കോട്ടെ. എല്ലാ കാര്യങ്ങളാലും ഓണ വിപണി കോഴിക്കോട്ടെ സജീവമാണ്.